ഞാൻ ഈ പറയുന്ന 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു മരുന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സാധിക്കും. ശരീരത്തിലെ ദീർഘകാല ഇൻഫ്ലമേഷൻ ആണ് ഇന്ന് പല ആളുകളിലും കാണുന്ന സന്ധിവേദന, മുട്ടുവേദന, ശരീരഭാരം കൂടുതൽ, ക്ഷീണം എന്നതിൻ്റെയൊക്കെ പ്രധാന കാരണം. ഈ വീഡിയോ അവസാനം വരെ കണ്ടോളൂ. നമ്പർ 1, പാചനം. പാചനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡിയിലുള്ള ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ അത് ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. സ്കിന്നിന്റെ അടിയിലൊക്കെ ഇങ്ങനെ ഒരു തരം സ്വെല്ലിംഗ് പോലെ ഫീൽ ചെയ്യും. അത് ഒരു നീർക്കെട്ട് നിൽക്കുക അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഇൻബാലൻസ് പോലെ. അപ്പോൾ അതിനെ ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന മെഡിസിൻസോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ചുക്ക്, മല്ലി, കായം, ഇതിനെ ആമപാചനം എന്നാണ് പറയുന്നത്. രണ്ടാം, നമ്മളുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആദ്യം അത് നല്ലപോലെ ഡൈജസ്റ്റ് ചെയ്യണം, അതിനുശേഷമാണ് അബ്സോർബ് ചെയ്യേണ്ടത്. ഇഞ്ചി അല്ലെങ്കിൽ ചുക്ക് അല്ലെങ്കിൽ കുരുമുളകൊക്കെ നല്ലപോലെ നമ്മുടെ ദഹനം വർദ്ധിക്കാൻ സഹായിക്കും. ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന കോമ്പിനേഷൻസ് ആണ് ചുക്ക്, മല്ലി, ചുക്കും ജീരകവും ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു കോമ്പിനേഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഡൈജഷനും അബ്സോർപ്ഷനും ബെറ്റർ ആക്കും. അടുത്തത് ക്ഷുത്, വിശപ്പുണ്ടാക്കുക എന്ന് പറയും. ആയുർവേദത്തിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്, കഴിച്ച ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്ത് നമുക്ക് വിശപ്പ് തുടങ്ങിയാൽ മാത്രമാണ് അടുത്ത ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. പലപ്പോഴും പലരും ഇപ്പോൾ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ കുട്ടികളൊക്കെ അവരുടെയൊക്കെ ദഹനം വളരെ കുറവായിരിക്കും, അവർക്ക് വിശപ്പും കുറവായിരിക്കും. എന്നാൽ പലരും സമയമായി കഴിക്കണമെന്ന് നിർബന്ധിച്ചിട്ട് വളരെ ഹൈ പ്രോട്ടീൻ ഫുഡും ബാലൻസ് ഫുഡും ഫൈബർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നതും ഒരുപാട് ഇൻഫ്ലമേഷൻ കൂട്ടുന്നതിനൊരു കാരണമാണെന്ന് മനസ്സിലാക്കുക. 7 മണിക്ക് ശേഷം ഒന്നും കഴിക്കരുത്. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന പല നീർക്കെട്ടിൽ നിന്ന് ഒരുപാട് ശമനം കിട്ടും. അടുത്തത് ത്രെഡ്, അതായത് നമ്മൾ ദാഹം വരുത്തുക എന്നുള്ളതാണ്. ഇന്ന് മൊബൈൽ ആപ്പ് യൂസ് ചെയ്തിട്ടോ സ്ട്രിക്റ്റ് ആയിട്ട് ഇത്ര വെള്ളം കുടിക്കണമെന്നോ എവിടെയും ഒരു റൂളില്ല. അത് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. നിങ്ങൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആക്ടിവിറ്റി കൂടുതലാണ്, അപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കുന്നത് ന്യായമായ കാര്യം. എന്നാൽ ജിമ്മിൽ പോവാത്ത ദിവസം അതേ ലെവൽ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ ചിന്തിക്കും. ഇതുവഴി നമ്മൾ കിഡ്നിക്ക് ലോഡ് കുറയ്ക്കാൻ സഹായിക്കും, ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷൻസും ഇതുവഴി ഒഴിവാകും. അടുത്തത് വ്യായാമം. ആയുർവേദത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വ്യായാമം എങ്ങനെ ചെയ്യേണ്ടതെന്നും അത് ഓരോരുത്തർ ലിമിറ്റ് അനുസരിച്ച് എന്തിനു ചെയ്യുന്നതും വ്യായാമത്തിന്റെ ഗുണം എന്താണെന്നും പറയുന്നുണ്ട്. 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് സണ്ണിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ഒരുപാട് ചർച്ച ചെയ്യുന്ന കാര്യമാണ് വൈറ്റമിൻ ഡി എക്സ്പോഷറും അതിനുള്ള അബ്സോർപ്ഷന്റെ കാര്യങ്ങളും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള ഗുണങ്ങളൊക്കെ. 7ാമതായി മാരുത, അതായത് നമ്മൾ നമ്മുടെ ബോഡിയെ ഫ്രഷ് ആയിട്ടുള്ള എയർ സർക്കുലേഷൻ ഉള്ള സ്ഥലത്ത് നമ്മൾ കുറച്ചു നേരം പോയി നിൽക്കുക എന്നുള്ളത്. കാരണം ഇന്ന് പലരും വീട്ടിൽ തന്നെ അടച്ചുറപ്പുള്ള മുറികളും അല്ലെങ്കിൽ സൊസൈറ്റികൾ തീരെ എയറേഷൻ ഇല്ലാത്ത സ്ഥലത്തേക്കാണ് പലപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പുറമെ ഒരു പാർക്കിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു നടക്കാൻ പോകുമ്പോഴൊക്കെ ഫ്രഷ് ആയിട്ടുള്ള എയർ എക്സ്പോസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ കുറയാനൊക്കെ ഒരുപാട് സഹായിക്കും. നിങ്ങൾക്കും ശരീരവേദന, നീർക്കെട്ട്, ക്ഷീണം അങ്ങനെയൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടോ? താഴെ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ.